കേരള ദിനേശ് ബി.ഡി. സഹകരണ സംഘം ഇന്ന് വൈവിധ്യവൽക്കരണത്തിന്റെ പാതയിലാണ്. കോർപ്പറേറ്റ് വിപണിയിൽ ശക്തമായി മത്സരിച്ചു മുന്നേറുന്ന സംഘത്തെ ഇതിനിടയിൽ നിരവധി അവാർഡുകളും തേടിയെത്തി. 1990-ൽ പുകയില വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി ദിനേശ് മേഖല പ്രതിസന്ധിയിലായെങ്കിലും ദിനേശിന്റെ ഉയർത്തെഴുന്നേൽപ്പ് പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ അത്ഭുതാവഹമായിരുന്നു. 96 മുതൽ ദിനേശ് ബി.ഡി. പരമാവധി തൊഴിലാളികളെ ഇതര വ്യവസായ മേഖലകളിലേക്ക് പുനരധിവസിപ്പിച്ചു. 97-ൽ ദിനേശ് ഫുഡ്സ് ഭക്ഷ്യ സംസ്കരണ രംഗത്തും 99-ൽ ഡിറ്റ്സ് എന്ന പേരിൽ ഇൻഫർമേഷൻ ടെക്നോളജി രംഗത്തും പിന്നീട് കുടനിർമ്മാണ രംഗത്തും ദിനേശ് അപ്പാരൽസ് വസ്ത്രനിർമ്മാണ രംഗത്തും തനതായ മുദ്ര പതിപ്പിച്ചു. കറി പൗഡറുകൾ, അച്ചാറുകൾ, സ്ക്വാഷുകൾ, തേങ്ങാപ്പാൽ, ഡെഡിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് ചിപ്സ്, ദിനേശ് ചായ എന്നിവ പ്രിയങ്കര ഉൽപ്പന്നങ്ങളായി വിപണി കീഴടക്കിയത് ചുരുങ്ങിയ കാലം കൊണ്ടാണ്. 2015-ലാണ് തേങ്ങാപ്പാൽ ആദ്യമായി ഓസ്ട്രേലിയയിലേക്ക് കയറ്റുമതി ചെയ്തത്. പുതിയ ഹെയർ ടോണും ഉടൻ വിപണിയിലെത്തും. തേങ്ങാപ്പാലിന് നല്ല ഡിമാൻഡ് ഉണ്ട്. വലിയൊരു ഭാവിയാണ് തേങ്ങാപ്പാലിന് കാണുന്നത്. അതേമാതിരി തന്നെ ഇപ്പോൾ ഞങ്ങൾ ഇറക്കിയ ലോങ് ആൻഡ് സ്ട്രോങ് എന്ന് പറഞ്ഞ തലമുടി കൊഴിയാതിരിക്കാനും ഡാൻഡ്രഫിനെ ഫൈറ്റ് ചെയ്യുന്ന നല്ല സാധനം. ദിനേശ് അപ്പാരൽസിന്റെ ഷർട്ടുകളും വിപണിയിൽ ബ്രാൻഡഡ് ജനപ്രിയ ഉൽപ്പന്നങ്ങളായി വിറ്റഴിഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യാപാര വികസന സംഘടനയായ അസോച്ചം 2016-ലെ ഏറ്റവും നല്ല ചെറുകിട വ്യവസായത്തിന് നൽകുന്ന ഫെയർ ബിസിനസ് പ്രാക്ടീസസ് അവാർഡിന് 3-ാം തവണയും ദിനേശ് അർഹമായി. വ്യവസായ സംരംഭങ്ങളിലൂടെ മികച്ച സാമൂഹ്യ സേവനത്തിനുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് ഓഫ് ഇന്ത്യ അവാർഡും 2015-ൽ ദിനേശിനെ തേടിയെത്തി. മുതലാളിത്ത ചരക്കോൽപാദന വ്യവസ്ഥയിൽ കോർപ്പറേറ്റ് വിപണിയിൽ ശക്തമായി മത്സരിച്ചുകൊണ്ട് ജനാധിപത്യ പ്രക്രിയയിലൂടെ വിജയിക്കാനാവുമെന്ന് തെളിയിക്കുകയാണ് ദിനേശ്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.